ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ബലാത്സംഗം ചെയ്തു കൊന്ന 6 വയസ്സുകാരി കേരളത്തിന് നീറുന്ന ഓർമ്മയാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭിച്ചിട്ടില്ല. കേസിൽ വിചാരണ കോടതി വെറുതെ വിട്ട അർജുൻ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കട്ടപ്പന കോടതിയിൽ ഹാജരായി. സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ സത്യവാങ്മൂലം നൽകാത്തതിനെ തുടർന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസിൽ പ്രതി അർജുനെ കോടതി വെറുതെ വിട്ടിരുന്നു. ഇതിനെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. കുറ്റവിമുക്തനാക്കപ്പെട്ടയാളോട് കീഴടങ്ങാൻ നിർദ്ദേശിക്കുന്നത് അപൂർവ നടപടിയാണ്. നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അപ്പീലിൽ അർജുൻ മറുപടി സത്യവാങ്മൂലം നൽകിയില്ല. ഈ സാഹചര്യത്തിലായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ കടുത്ത നീക്കം. 10 ദിവസത്തിനകം കട്ടപ്പനയിലെ പോക്സോ കോടതിയിൽ ഹാജരാകാനായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അർജുൻ കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തത്. സർക്കാർ നൽകിയ അപ്പീലിൽ പ്രതി വിദേശത്തേക്ക് കടന്നു കളയാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചതാണ് കീഴ്ക്കോടതിയിൽ ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചതെന്ന് അർജുന്റെ വക്കീൽ പ്രതികരിച്ചു. ഈ കേസ് ഈ 1.5 വർഷത്തോടെ കയറിയിറങ്ങി നടന്നത് ഞാനാണ് വിസ്തരിച്ചത്. അന്ന് വിധി പറഞ്ഞപ്പോൾ മാത്രമായാലും എനിക്ക് ഒരാൾക്കാത്തോണ്ട് ഞാൻ ജൂനിയർ വിട്ടു. അതിനുശേഷം ആരും എന്നെ ഇന്റർവ്യൂ ചെയ്തില്ല. കാര്യങ്ങൾ സത്യാവസ്ഥ എന്താന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഇത്ര നിരപരാധി ഒരു കേസായിരുന്നു നമ്മൾ കൊല്ലത്തുനിന്ന് ഈ കേസ് നടത്തിയത്. ഹാജരാകാത്ത പക്ഷം പോലീസിന് അർജുനെ അറസ്റ്റ് ചെയ്യാമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. വിചാരണ കോടതിയുടെ അധികാരപരിധിക്ക് പുറത്തേക്ക് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, News 18.